എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വപ്നസ്ഖലനം എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്തത്. സ്വപ്നസ്ഖലനം എന്നത് പുരുഷന്മാരുടെ ഒരു രോഗാവസ്ഥയല്ല, അത് നാച്ചുറലായി സംഭവിക്കുന്ന ഒരു രീതിയാണ്. ശുക്ലം അമിതമായി വന്നടഞ്ഞാൽ അത് പുറത്തേക്ക് പോകുന്ന അവസ്ഥ, ചിലപ്പോൾ ഉറക്കത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇത് നാച്ചുറലായി സംഭവിക്കുന്ന രീതിയാണ്. അതിനായി ഇതിന് മെഡിസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപാധികളോ ഉണ്ടാവേണ്ട കാര്യമില്ല. എന്നാൽ അമിതമായി സ്വപ്നസ്ഖലനമുള്ളവർക്ക് എന്ത് ചെയ്യാമെന്നതാണ് ഇനി പറയുന്നത്. നിങ്ങൾ കിടക്കാൻ നേരം മൂത്രമൊഴിച്ച് മൂത്രസഞ്ചി മുഴുവനും ക്ലീൻ ആക്കിയതിന് ശേഷം കിടക്കുക. അഥവാ മൂത്രസഞ്ചി ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് മൂത്രം ഒരല്പം പോലും മുട്ടിക്കാതെ ലെവലിൽ ഓപ്പണായി കംപ്ലീറ്റ് മൂത്രവും ഒഴിവാക്കുക എന്നതാണ്. അതിനുശേഷം കിടക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈംഗികമായി ഉണരുന്ന സൈറ്റുകളോ കാഴ്ചകളോ മറ്റൊന്നും ദർശിക്കാതിരിക്കുക എന്നതാണ്. ഇത് ദർശിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്വപ്നത്തിൽ പലതരത്തിലുള്ള ചിന്തകൾ കടന്നുകൂടുകയും അതിലൂടെ നിങ്ങൾക്ക് സ്ഖലനം ഉത്ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം കാഴ്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുക. മൂന്നാമതായി, നിങ്ങൾക്ക് മാസത്തിലോ 2 മാസത്തിലോ കൂടുമ്പോൾ മാത്രം സ്വയംഭോഗം ചെയ്യുകയോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവർക്ക് സ്വപ്നസ്ഖലനം ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് റെഗുലറായി സ്വയംഭോഗം ചെയ്യുകയോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുക. ശാരീരിക ബന്ധത്തിൽ നിത്യേന ഏർപ്പെടുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് എങ്കിലും സ്വയംഭോഗത്തിനോട് അഡിക്റ്റ് ആവാതിരിക്കുക. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്കിത് തുടരാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ രതിമൂർച്ച എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വപ്നസ്ഖലനം കുറയുകയും ചെയ്യുന്നു. അടുത്തതായി, ഉറങ്ങാൻ നേരം നിങ്ങൾ റെഡ് മീറ്റ് അതുപോലെയുള്ള ഇറച്ചി അതുപോലത്തെ ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ പ്രോസസ്സിംഗ് കൂട്ടുന്നതാണ്. അതുപോലെ മിതമായി വ്യായാമം ചെയ്യുക, ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുക. ഇവയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നസ്ഖലനം ഒരു പരിധിവരെ മാറ്റി നിർത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.